രംഗ, നിന്റെ മെഡിറ്റേഷന്റെ മാജിക് ഒന്ന് കാണിച്ചു കൊടുക്ക്. രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് നിന്റെ കൺട്രോളിൽ കൊണ്ടുവാ. ഓം രംഗു രംഗ, രുദ്രയുടെ മുഴുവൻ പവറും എടുക്ക് പാണ്ഡുരംഗ. രുദ്ര, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? അവരെല്ലാവരെയും പിടിക്കേ. നമുക്ക് ഇപ്പൊ തന്നെ രുദ്രയെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോവേണ്ടതാണ്. രുദ്രയെ ഞാൻ പൂർണ്ണമായും തോൽപ്പിച്ചിട്ടില്ല. ശാന്തമാകുക. രുദ്രയുടെ സകല മാജിക് പവേഴ്സും ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. ഇനി അവനെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് അവന്റെ മാജിക് സ്വന്തമാക്കിയേക്കാം. പിന്നെ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ മജീഷ്യനായി മാറിയേക്കാം. എന്നെ കൊണ്ട് രുദ്രയെ മാത്രമല്ല ആരെ വേണമെങ്കിലും ഒരു സെക്കൻഡിൽ തോൽപ്പിക്കാൻ കഴിയോ? മൈര, രുദ്രന്റെ കയ്യിൽ ഇപ്പൊ പഴയ മാജിക് ഒന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതേ വരുൺ, മുത്തശ്ശനും വേറൊരു മാജിക്കൽ വേൾഡിലേക്ക് പോയിക്കോണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ശരിയാക്കിയെന്നെ. രംഗീല, മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്തോ? എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെന്നേ. അദ്ദേഹം പോയിരിക്കുന്നത് മാജിക് കൺവെൻഷനിലാണ്. അവിടേക്ക് പുറത്തുനിന്നുള്ള ഒരു മാജിക്കും ചെന്ന് എത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു കോളും ഒരു മെസ്സേജും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എപ്പോഴും നടക്കുന്നത് തന്നെ ഇപ്പോഴും സംഭവിക്കത്തുള്ളൂ. മക്കുങ്കായുടെ പരാജയം. നമ്മുടെ മക്കുങ്കായും പടറങ്കായും ഒരിക്കലും ജയിക്കാൻ അനുവദിക്കരുത്. അവർ മങ്കി ഐലൻഡ് മാത്രമേ ഇപ്പൊ കീഴടക്കിയിട്ടുള്ളൂ. എന്റെ മാജിക് അവർക്ക് കിട്ടിയത് കൊണ്ട് ഈ ലോകം മുഴുവനും അവരെ കീഴടക്കാൻ ശ്രമിക്കും, സൺ സിറ്റി പോലും. പക്ഷെ നിന്റെ മാജിക് പവേഴ്സ് മുഴുവനും അവർക്ക് കിട്ടിക്കഴിഞ്ഞില്ല രുദ്ര. അതത്ര എളുപ്പം കിട്ടില്ല വരുൺ. അവരെന്റെ മാജിക്കിന്റെ ഉള്ളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ എന്റെ മാജിക്കിനെ ഇപ്പൊ പോലും ഒരു ശക്തിയായ ഷീൽഡാണ് പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ആ മാജിക് അവർ ഉപയോഗിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ന് വെച്ചാ നിന്റെ മാജിക് പവേഴ്സ് പിന്നെയും തിരിച്ചെടുക്കാൻ പറ്റുന്നല്ലേ? പക്ഷെ എങ്ങനെയാ? നമ്മൾ രുദ്രയുടെ മാജിക് ഇല്ലാതെ മക്കുങ്ങയുടെ അടുത്തും പന്ത്രങ്ങിന്റെ അടുത്തും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഞാൻ ഒരു പ്രാവശ്യം കൂടി മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കട്ടെ. അതെ, മുത്തശ്ശൻ. ഒരു തവണ മുത്തശ്ശൻ എന്റെ അടുത്ത് ഒരു ഐലൻഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അവിടെ ചെന്നാൽ ഏതൊരു മജീഷ്യനും തന്റെ മാജിക്കൽ പവേഴ്സിനെ തിരിച്ചു വാങ്ങാൻ കഴിയും. ആ ഐലൻഡിന്റെ പേരെന്തായിരുന്നു? മായ ഐലൻഡ്. അതെ, മായ ഐലൻഡ്. പറഞ്ഞത് ശരിയാ റംഗീല, നമുക്ക് ഉടനെ അങ്ങോട്ട് പോയേ പറ്റൂ. പക്ഷെ മുത്തശ്ശൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ രുദ്ര. മായ ഐലൻഡിലേക്ക് പോകാനുള്ള വഴി ആർക്കും അറിയില്ല എന്ന്. ആ ഐലൻഡിന്റെ ലൊക്കേഷൻ ഓരോ പ്രാവശ്യവും മാറിക്കൊണ്ടേയിരിക്കും. റംഗീല, ഈ മായ ഐലൻഡിനെ കുറിച്ച് നമുക്ക് ലൈബ്രറിയിൽ എന്തെങ്കിലും ഒന്ന് കിട്ടും. വരൂ. ഇത്രയും ബുക്കുകൾ ഇടയ്ക്ക് വന്ന് ആ ഒരു ബുക്ക് തേടി കണ്ടെത്തുന്നതിന് മുൻപ് ഞാനൊരു അപ്പൂപ്പനായി പോകും. എന്റെ മാജിക് ഇപ്പൊ തന്നെ മായ ഐലൻഡിന്റെ ബുക്ക് കണ്ടുപിടിച്ചോണ്ട് വരും. അന്തർ മന്തർ കാലികലന്തർ ജൂ. മൈര, വേണ്ട. നിന്റെ മാജിക് കൊണ്ട് ആ ബുക്കിനെ തേടി കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ അത് എന്നെ കണ്ടെത്തി കഴിഞ്ഞു. നിന്നെ വെറുതെ വിടില്ല, നോക്കിക്കോ. മൈര, എനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? സോറി വരുൺ. മൈര, ഇതാണ് മാജിക്കിന്റെ ആരംഭം, ഇതാണ് മാജിക്കിന്റെ അവസാനവും. മൈര, വരുൺ, മായ ഐലൻഡിന്റെ ബുക്ക് കിട്ടിക്കഴിഞ്ഞു. മായ ഐലൻഡിലേക്കുള്ള വഴി. അതിന്റെ ശരിക്കുള്ള ലോകം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. മാജിക് ആണ് നിന്റെ ജീവനെങ്കിൽ നിനക്ക് ഇത് ഉറപ്പായിട്ടും വായിക്കാൻ കഴിയും. ഒരു അപൂർവമായ മരത്തിന്റെ വേര് പിടിച്ചിട്ട് നമുക്ക് മായ ഐലൻഡിലോട്ട് എത്തിച്ചേരാവുന്നതാണ്.
ഷെടാ, ഇതെന്ത് മായജാലമാണിത്? വിത്തും വിതച്ചില്ല, വെള്ളം ഒഴിച്ചില്ല, പിന്നെ എങ്ങനെ ഇത്രയും വലിയൊരു മരം ഇവിടെ വന്നത്? ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപൂർവമായ മാജിക്കൽ വേര് പിടിച്ച മായാ ലോകത്തിലൂടെ എത്തിച്ചേരാവുന്നെന്ന്. പക്ഷെ രുദ്ര, ഈ വൃക്ഷത്തിൽ കുറെ വേരുകളുണ്ടല്ലോ. ഇതിൽ ഏതാ മാജിക്കിന് എങ്ങനെ അറിയും? അത് കണ്ടില്ലേ കൂട്ടുകാരെ, അത് കണ്ട അതാണ് മാജിക്കൽ വേരെന്നാ തോന്നുന്നത്. ഞാനും കൂടെ വരാം, എന്നെ കൂടെ കൊണ്ടുപോകും. എനിക്ക് അവരെല്ലാവരെയും രക്ഷിക്കണം. പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാ, എന്നിട്ടും ആ ഷീൽഡ് എനിക്ക് തകർക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഞാൻ വേറെ രീതിയിലൊന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. അതിലൂടെ ഈ ഷീൽഡ് തകർന്ന് തരിപ്പണമായി പോകണം. ഒരു തവണയല്ല, 10 തവണയിൽ കൂടുതൽ ഞാനത് തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതിന്റെ മുകളിലുള്ള മാജിക്കൽ ഷീൽഡ് തകർക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ രുദ്രയുടെ മാജിക് പവറുകൾ ആവശ്യമുണ്ട്. വെറുതെ കിടന്ന് ഒച്ചയെടുത്ത് എന്റെ മെഡിറ്റേഷനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ബൻരംഗ, കണ്ണുകളുടെ ഒപ്പം നീ നിന്റെ വായയും അടച്ചു പിടിച്ച് മിണ്ടാതിരിക്കാൻ പഠിക്കേ. നീ മര്യാദയ്ക്ക് മാജിക് ഷീൽഡ് തകർക്കുന്നോ അതല്ല വെറുതെ ഇങ്ങനെ ഇരുന്നുറങ്ങാൻ പോവാണോ? ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് ശക്തി പ്രാപിച്ച് വലിയൊരു മജീഷ്യൻ ആകും. എന്നിട്ട് ഈ മാജിക്കൽ ഷീറ്റിനെ തകർക്കും. രുദ്ര, നീ അവിടെ നോക്ക്, നമ്മുടെ മായ ഐലൻഡിലേക്ക് ഇപ്പൊ എത്തിച്ചേരും. പോകൂ എന്റെ കടായി, മായ ഐലൻഡിലേക്ക്. ഇവൻ ഇങ്ങനെ തന്നെ ഇരിക്കാൻ പോവാണോ അല്ല വല്ല പണിയും നടക്കുവോ? ബനുരംഗ, നീ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കാൻ പോവാണോ അതല്ല മാജിക്കൽ ബോളിനെ വല്ലതും ചെയ്യാൻ പോകുന്നോ? ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് ഒരു അടിപൊളി മാജിക് ട്രിക്ക് കൈവശം വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഈ മാജിക്കൽ ഷീറ്റിനെ ഈസിയായി തകർക്കും. ഈ മാജിക്കൽ ഷീറ്റിനെ തകർത്ത് തരിപ്പണമാക്ക പാണ്ഡുരംഗ. വാവ്, മായ ഐലൻഡിലുള്ള എല്ലാത്തിനും മാജിക് ഉണ്ടെന്നാ തോന്നുന്നേ. അതേതോ പുതിയ തരം ക്രീച്ചറാ നമ്മളെ തേടി വരുന്നത്. ഇവിടുന്നാണ് മാജിക് തുടങ്ങുന്നതും ഇവിടെയാണ് മാജിക് അവസാനിക്കുന്നതും. പറയൂ, ഈ മായ ഐലൻഡിലേക്ക് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ വന്നത്? നിന്നോട് ചോദിക്കുന്നത് ചെല്ല്. ഞാനാണ് രുദ്ര, മഹാൻ മജീഷ്യൻ ജയസിംഗ് ചൗഹാന്റെ ഗ്രാൻഡ് സൺ. മക്കുങ്കായും പാണ്ഡ്രങ്കായും എന്റെ മാജിക്കൽ പവേഴ്സ് വലിച്ചെടുത്തു. മങ്കി ഐലൻഡിനെ രക്ഷിക്കാനായിട്ട് എനിക്ക് എന്റെ മാജിക്കൽ പവേഴ്സ് തിരിച്ചു കിട്ടിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് വളരെ പഴയൊരു തൊപ്പിയാണല്ലോ. രംഗീല, മിണ്ടാതിരിക്ക്. ഞാനിപ്പോ എവിടെയാ? ഏറ്റവും ആദ്യത്തെ മജീഷ്യൻ അയാളാണ് ഈ മാജിക് ഐലൻഡ് ഉണ്ടാക്കിയെടുത്തത്. ഞാൻ അദ്ദേഹത്തിന്റെ മാന്ത്രിക തൊപ്പിയാണ്. മാജിക് മുത്തച്ഛൻ, അതാണ് എന്റെ പേര്. ഈ ഐലൻഡിനെ സംരക്ഷിക്കുന്നതാണ് എന്റെ ജോലി. മാജിക് ദാദാ, എനിക്ക് എന്റെ മാജിക്കൽ പവേഴ്സ് തിരിച്ചു കിട്ടാനുള്ള വഴി പറയാവോ? നീ എന്താണ് കരുതിയത്? ജയ്സിംഗിന്റെ പേരക്കുട്ടി ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും കിട്ടുമെന്നാണോ? നിന്റെ മാജിക് പവർ സ്വന്തമാക്കാൻ നീ ഈ മായ ഐലൻഡിന്റെ 3 ചാലഞ്ചുകളിൽ വിജയിച്ചിരിക്കണം. അതിന് നീ മാജിക്കിന് ചേർന്ന ആളാണെന്ന് നീ തെളിയിച്ചേ പറ്റൂ. നീ ബുദ്ധിമാനാണെന്നും ധൈര്യമുള്ളവനാണെന്നും നല്ലവനാണെന്നും തെളിയിക്കണം. മനസ്സിലായോ? ഓരോ ചാലഞ്ചിനോടൊപ്പം നിന്റെ മാജിക്കിന്റെ ഓരോ അംശം കൂടി നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 3ാമത്തേതും അവസാനത്തേതുമായ ചാലഞ്ച് നീ ക്രോസ് ചെയ്ത് വരുമ്പോ നിന്റെ മാജിക് പൂർണ്ണമായി നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കും. എന്നാ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്?
അതെ, തിരഞ്ഞെടുക്കുന്നത് ഞാനല്ല, ഈ ഐലൻഡാണ് ആ കാര്യം തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മോനെ, നീ ഒരുപാട് അങ്ങ് ഓവർ കോൺഫിഡന്റ് ആകരുത്. ഇന്ന് വരെ ആ 3 ചലഞ്ചും ആരും ഇതൊരു ക്രോസ് ചെയ്തിട്ടില്ല. വരൂ എന്റെ കൂടെ. എങ്കിൽ കേട്ടോളൂ, നീ നേരിടാൻ പോകുന്ന ആദ്യത്തെ ചലഞ്ച് നീ ചിന്തിക്കുന്നതിനേക്കാളും വളരെ വലുതാണ്. ഒരു നക്ഷത്രത്തിന്റെ ആകൃതിയിൽ ഒരു മാന്ത്രിക കല്ലുണ്ട്. അത് മേഘങ്ങൾക്ക് മുകളിലാണ്. ഒട്ടും ഭയപ്പെടാതെ നീ അത് ചെന്ന് എടുത്തുകൊണ്ട് വരണം. പക്ഷേ രുദ്രയ്ക്ക് പറക്കാനേ കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവൻ മേഘങ്ങളുടെ അടുത്ത് വരെ എത്തുന്നത്? മാജിക്കൽ ദാദാ, അത്ര ഉയർത്തി ചെന്ന് പറക്കാനുള്ള മാജിക് രുദ്രന്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾ എന്തിനാ നിങ്ങളെ തേടി ഇങ്ങോട്ടേക്ക് വരുന്നേ? പറയുന്നേ. ഓ, ഒരു പക്ഷേ മാജിക് ഇല്ലാതെ നിനക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മാജിക്കിന്റെ കാര്യത്തിൽ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. വിഷമിക്കേണ്ട മൈര വരുൺ, ഞാൻ ഈ മാജിക് ഇല്ലാതെ തന്നെ ഈ ചാലഞ്ച് എടുക്കാനായിട്ട് ഞാൻ തയ്യാറാ. എന്റെ മാജിക് ഞാൻ സ്വന്തമാക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.